Next, consolidated balance sheet. A consolidated balance sheet is a combined balance sheet prepared by the head office showing all assets and liabilities of the head office as well as those of the branches in one balance sheet when the incorporation process of the branch trial balance is over. ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിൻ്റെയും എല്ലാ ബ്രാഞ്ചസിൻ്റെയും അസറ്റ്സും ലയബിലിറ്റീസും അത് ഒറ്റ ബാലൻസ് ഷീറ്റ് കാണിക്കുന്ന ആ ഒരു ബാലൻസ് ഷീറ്റിനാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. Preparation of the consolidated balance sheet is compulsory as the different stakeholders of the business are interested in the financial position of the business as a whole, which includes both the head office and all branches. അങ്ങനെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അതിൻ്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് അതിൽ ഫണ്ട് പിന്നെ ഡൊണേഷൻ കൊടുത്തേക്കുന്നവർക്കും അതുപോലെ ലോൺ കൊടുത്തേക്കുന്നവർക്കും ഒക്കെ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെന്ന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹെഡ് ഓഫീസിനെ മാത്രം അവർക്ക് അറിഞ്ഞാൽ പോരാ, ബ്രാഞ്ചിലും എത്രമാത്രം ഫിനാൻഷ്യൽ പൊസിഷനാണ് എന്നുള്ളതും കൂടെ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അറിയേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാനുള്ള അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ഒരു ടോട്ടൽ ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ബാലൻസ് ഷീറ്റിനെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഇലിസ്ട്രേഷൻ നോക്കാം. ഇലിസ്ട്രേഷൻ 22. Following are the trial balance of the MG India Limited and its Delhi branch as on 31st March 2017. അപ്പോൾ MG India ലിമിറ്റഡിൻ്റെ ഡൽഹി ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസിൻ്റെയും ഡൽഹി ബ്രാഞ്ചിൻ്റെയും ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ കോളത്തിൽ തന്നിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഇത്രയും കാര്യങ്ങൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ടതാണ്. മെഷീനറി ഹെഡ് ഓഫീസ് ബ്രാഞ്ച്, ഫർണിച്ചർ ഹെഡ് ഓഫീസ് ബ്രാഞ്ച്. അതിൻ്റെ എമൗണ്ട് ബ്രാഞ്ചിൻ്റെ കോളത്തിൽ വരത്തില്ല, കാരണം അതെല്ലാം അസറ്റാണ്. അസറ്റ് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ റെൻറ്റ്, സാലറീസ്, ഡെപ്റ്റേഴ്സ്, ജനറൽ എക്സ്പെൻസസ്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്, ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ റെൻറ്റും സാലറീസും ജനറൽ എക്സ്പെൻസസും ഇത് മൂന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ടതാണ്. ദെൻ ഡെപ്റ്റേഴ്സ്, അതുപോലെ മെഷീനറി, ഫർണിച്ചർ, ഇത്രയും ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റംസ് ആണ്. ദെൻ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, അത് ഏത് കോളത്തിലും ഉണ്ട്. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്നുള്ളത് ബ്രാഞ്ചിൻ്റെ കോളത്തിലാണ് എമൗണ്ട്. കാരണം ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് കൊടുത്ത എമൗണ്ടാണ്, അത് ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ ആ എമൗണ്ട് വരത്തില്ല, ബ്രാഞ്ചിൻ്റെ കോളത്തിലേ ഉള്ളൂ. അത് ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരേണ്ട ഐറ്റമാണ്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റിൽ ഐറ്റമാണ്. ദെൻ ബ്രാഞ്ച് അക്കൗണ്ട്, ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ബ്രാഞ്ചിൽ ഉള്ള ബാലൻസ്, ബ്രാഞ്ച് അക്കൗണ്ടിലുള്ള ബാലൻസ് 36,000 ആണ്. എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസിലേക്ക് ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷനിൽ ബാലൻസ് നിൽക്കുന്നത് 36,000 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രെഡിറ്റ് ഐറ്റംസ് നോക്കാം. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അത് ഹെഡ് ഓഫീസിൻ്റെ കോളത്തിലാണ് ആ എമൗണ്ട്. അതേ എമൗണ്ട് തന്നെയാണ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. സെയിൽസ് ട്രേഡിംഗ് ഐറ്റം. ഹെഡ് ഓഫീസ് അക്കൗണ്ട്, മുമ്പേ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ എത്രയായിരുന്നു കണ്ടിരുന്നത്? 36,000 ആയിരുന്നു. ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ അത് എത്രയുണ്ട്? 28,000 റുപ്പീസേ ഉള്ളൂ. അത് ആരുടെ ബുക്കിലാണ്? ഡൽഹി ബ്രാഞ്ചിൻ്റെ ബുക്കിലാണ് ആ എമൗണ്ട്. ഈ 36,000ഉം ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് 28,000ഉമാണ്. അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഉണ്ടോ? അപ്പം അത് ഒന്നെങ്കിൽ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആവാം, അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആവാം. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്കതിന് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയിട്ട് എടുക്കാം. ക്യാപിറ്റൽ
in shares of rupees 10 each, to 2 lakhs. Discount earned 1,100 and 300. Purchases returned 2,500 and 600. Closing stock at the head office was 38,700 and at the Delhi branch 28,700. Depreciation is to be allowed at 10% per annum on machinery and 15% on furniture. Rent bill payable in respect of 2016-17 is rupees 300 for branch. Outstanding rent ആണ്. And prepare the trading and profit and loss account in columnar form. The consolidated balance sheet also show the branch account. ഓക്കെ, നമുക്ക് ആദ്യമേ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ബാലൻസിലെ വ്യത്യാസത്തെക്കുറിച്ചൊന്നും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയാത്തത് കാരണം നമുക്കതിനെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. രണ്ട് കോളത്തിലും ഒരു 45,000 ആൻഡ് 16,400. ദെൻ പർച്ചേസസ് നെറ്റ് എമൗണ്ട് ആണ് വേണ്ടത്, കാരണം ഇവിടെ പർച്ചേസ് റിട്ടേൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിട്ടേൺ കുറച്ചിട്ട് ബാക്കിയുള്ളതുമാണ് പർച്ചേസസ് കാണിച്ചിരിക്കുന്നത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ള എമൗണ്ട് 14,400. അത് ആർക്കാണ് കൊടുത്തത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡൽഹി ബ്രാഞ്ചിലേക്കാണ് കൊടുത്തത്. ഡൽഹി ബ്രാഞ്ചിന് ആ എമൗണ്ട് എന്താണ്? ഒരു പർച്ചേസ് ആയിട്ടാണ് വരുന്നത്. അതാണ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് 14,400. അതേസമയം ഹെഡ് ഓഫീസിന് അതെന്താണ്? അതൊരു സെയിലിന് ഇക്വലൻ്റ് ആണ്. അതുകൊണ്ട് ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ അതെന്തായിട്ട് വരണം? ക്രെഡിറ്റ് സൈഡിൽ വേണം വരാൻ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് 14,400. എമൗണ്ട് എഴുതുന്ന കോളം മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതണം. ദെൻ വേജസ് ആൻഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഇത്ര എഴുതി. ദെൻ ഇനി വേറെ ഒന്നും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരേണ്ടതായിട്ടില്ല. ഡെബിറ്റ് സൈഡിൽ ദെൻ സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ബാലൻസ് ചെയ്ത് എഴുതുക, ബ്രോഡ് ഡൗൺ ചെയ്യുക. പിന്നെ നമുക്ക് മറ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നോക്കാം. റെൻറ്റ്, സാലറീസ്, ജനറൽ എക്സ്പെൻസസ്, ദെൻ ഡിപ്രീസിയേഷൻ. റെൻറ്റ് പെയ്ഡും ഉണ്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് നിൽപ്പുണ്ട്. അത് ആഡ് ചെയ്തിട്ട് അത് ബ്രാഞ്ചിന് മാത്രമേ ഉള്ളൂ, ഹെഡ് ഓഫീസിനില്ല. ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ട് 6,000 തന്നെ എഴുതിയാൽ മതി. അതുപോലെ തന്നെ റെൻറ്റ് ബ്രാഞ്ചിൻ്റെ എമൗണ്ട് വരുമ്പോൾ 3,400 കൂടെ ഔട്ട്സ്റ്റാൻഡിങ് 300 കൂട്ടി 3,700 വേണം എഴുതാൻ. സാലറീസ് എല്ലാം അതുപോലെ തന്നെ 32,000 ആൻഡ് 11,000. ജനറൽ എക്സ്പെൻസസ് 18,000 ആൻഡ് 4,000. ദെൻ ഡിപ്രീസിയേഷൻ മെഷീനറിയുടെ കാര്യത്തിൽ 10%, ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ 15% വേണ്ടിയത്. ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ വേണം ഹെഡ് ഓഫീസിൻ്റെ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ചെയ്ത്, അതായത് 1 lakhൻ്റെ 10% ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ബ്രാഞ്ചിൻ്റെ 50,000 ആണ്. ആ 50,000ൻ്റെ 10% 5,000 ബ്രാഞ്ചിൻ്റെ കോളത്തിലും എഴുതിയിട്ടുണ്ട്. ഫർണിച്ചർ ആണെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ കോളത്തിൽ 5,000ൻ്റെ 15% വേണം എഴുതാൻ. അതുപോലെ തന്നെ ബ്രാഞ്ചിൻ്റെ കോളത്തിൽ 2,000ൻ്റെ 15%, ദാറ്റ് ഈസ് 300. അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് ബാലൻസ് ചെയ്ത് എഴുതുക. അതിനുശേഷം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. കൺസോളിഡേറ്റഡ് നിങ്ങൾ ഹെഡിങ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് തന്നെ വേണം എഴുതാനായിട്ട്. ഓഫ് MG India Limited as on 31st March 2017. ബാലൻസ് ഷീറ്റൊക്കെ സാധാരണ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ആദ്യമേ നമുക്ക് ഫിക്സഡ് അസറ്റ്സ് എഴുതുക. ഫിക്സഡ് അസറ്റ്സ് മെഷീനറി, ഫർണിച്ചർ
ആദ്യം മെഷീനറിയുടെ ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും എഴുതുക. അതിൻ്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ള നെറ്റ് എമൗണ്ട് വേണം എഴുതാൻ. അതുപോലെ തന്നെയാണ് ഫർണിച്ചറും വരുന്നത്. ഹെഡ് ഓഫീസും ബ്രാഞ്ചും എഴുതുക. അതിനുശേഷം ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് വേണം എഴുതാൻ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ രണ്ടിനെ ഹെഡ് ഓഫീസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ കാണിക്കണം. ടോട്ടൽ എമൗണ്ട് എഴുതി വെക്കരുത്. ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ട് എത്രയാണോ അതിങ്ങനെ ഔട്ടർ കോളത്തിൽ കാണിക്കണം, ഇന്നർ കോളത്തിൽ കാണിക്കണം. ബ്രാഞ്ചിൽ എത്രയാണോ അതും ഇന്നർ കോളത്തിൽ കാണിക്കാം. അത് കഴിഞ്ഞ് ടോട്ടൽ എമൗണ്ട് മാത്രമേ ഔട്ടർ കോളത്തിൽ എഴുതാവുള്ളൂ. പിന്നെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഹെഡ് ഓഫീസ്, ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിനെയും തന്നിട്ടുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും ഒരു അസറ്റോ എന്തെങ്കിലും ഐറ്റംസ് ഡെബിറ്റ് ചെയ്യാനായിട്ടുള്ളത് നോക്കുക. ഈ സൈഡ് നോക്കുക. അസറ്റ് സൈഡിൽ വരേണ്ടത് ഇവിടെ വരത്തുള്ളൂ. അപ്പോൾ ഈ സൈഡ് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് വരത്തില്ല, പർച്ചേസ് വരത്തില്ല, സെയിൽസ് വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, മെഷീനറി എഴുതിയായിരുന്നു, ഫർണിച്ചർ എഴുതി, റെൻറ്റ് വരില്ല, സാലറീസ്, ഡെപ്റ്റേഴ്സ് നമ്മൾ എഴുതി, ജനറൽ എക്സ്പെൻസ് വരത്തില്ല, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് വരത്തില്ല, ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്. ഇതും കൂടെ ഉള്ളൂ അസറ്റ് കോളത്തിൽ വരാനായിട്ടുള്ളത്. അവിടെയും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഹെഡ് ഓഫീസിൻ്റെ എമൗണ്ടും ബ്രാഞ്ചിൻ്റെ എമൗണ്ടും നിങ്ങൾ സെപ്പറേറ്റ് കാണിക്കണം. അതുകൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിൽ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് 36,000 മറ്റൊരിടത്ത് 28,000 ഉള്ളൂ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയാത്തത് കാരണം അത് തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻ ട്രാൻസിറ്റ് എന്നും പറഞ്ഞ് ഒരു 8,000 റുപ്പീസും കൂടെ കാണിക്കണം. അങ്ങനെ അസറ്റ് സൈഡെല്ലാം ക്ലോസ് ചെയ്തു. അതിനുശേഷം ലയബിലിറ്റി സൈഡിലേക്ക് വരിക. നമുക്കറിയാം ക്യാപിറ്റലാണ് നമ്മുടെ ആദ്യം വരുന്ന ഒരു ലയബിലിറ്റി. ഇവിടെ ഒരു കമ്പനി ആയത് കാരണം ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലാണ് വരുന്നത്. അത് ഇങ്ങനെ തന്നെ കാണിക്കണം. 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. എങ്ങനെയാണ് 20,000 ഷെയർസ് എന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 lakhs ആണ് ക്യാപിറ്റൽ എമൗണ്ട്. അത് 10 രൂപയുടെ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്, ഉണ്ടോ, ഓഫ് 10 ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 lakhs കിട്ടണമെന്നുണ്ടെങ്കിൽ 20,000 ഷെയർസ് 10 rupees വീതം വരുന്നതാവണ്ട. അപ്പോൾ 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, 2 lakhs. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡ് കൊടുക്കുക. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വരുന്നത്. ഹെഡ് ഓഫീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 48,950 ആയിരുന്നു. പക്ഷെ ബ്രാഞ്ചിന് നെറ്റ് ലോസ് ആണ്, 800 rupees നെറ്റ് ലോസ് ആണ്. സോ ലെസ് ലോസ് അറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് 8,000 കുറച്ചിട്ട് വേണം ബാലൻസ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതാൻ. പിന്നെ അതർ കറണ്ട് ലയബിലിറ്റീസ് നോക്കുക. നമുക്കറിയാം ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് ഉണ്ട് ക്വസ്റ്റിനകത്ത്. ക്രെഡിറ്റേഴ്സ് 20,300 ആൻഡ് ബ്രാഞ്ച് 5,400. അതുപോലെ തന്നെ മറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് നിൽപ്പുണ്ട് 300 rupees. മറ്റെന്തെങ്കിലും ലയബിലിറ്റി ചെയ്താലുള്ളതെന്ന് നോക്കുക. ഇല്ല എങ്കിൽ ടാലി ആയോ എന്നുള്ളത് നോക്കുക. ടോട്ടൽ ചെയ്ത് നോക്കുക, രണ്ടും ടാലി ആകും. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്, സാധാരണ പോലെ തന്നെയാണ്. നമുക്കറിയാം ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിലാണ്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബാലൻസ് എത്രയാണെന്നുള്ളത് നോക്കുക. 36,000 ആണ്. അതുകൊണ്ടാണ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് 36,000 എഴുതിയിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, അതുപോലെ ഗുഡ്സ് സെൻറ്റ് ടു ബ്രാഞ്ച്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ഇത്രയും ഐറ്റംസ് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ള പേരിൽ ടോട്ടൽ ചെയ്ത് എഴുതും. അങ്ങനെയാണ് 75,700 കിട്ടിയത്. അതുപോലെ തന്നെ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്,
ഇതെല്ലാം ബ്രാഞ്ചിൻ്റെ എമൗണ്ട് മാത്രമേ എഴുതുള്ളൂ കേട്ടോ, അത് ഓർത്തോണേ. സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് വരത്തില്ല, അതായത് ഇത് രണ്ടും 98,600 വരും ടോട്ടല്. നമ്മളിവിടെ എഴുതി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എഴുതണം. റെന്റ്, സാലറീസ്, ജനറൽ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, ഇത്രയും കാര്യങ്ങൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബ്രാഞ്ചിൻ്റെ കോളത്തിലുള്ള എമൗണ്ട് മാത്രം എഴുതുക. ഓക്കെ, അതാണ് അതിൻ്റെ ടോട്ടലാണ് 46,200. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു ഇൻകം ഉണ്ടായിരുന്നു, അത് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ള പേരിൽ എഴുതുക, ബ്രാഞ്ചിൻ്റെ എമൗണ്ട് മാത്രം. അതിനുശേഷം ബ്രാഞ്ചിൻ്റെ അസറ്റും എഴുതണം, അതുപോലെ തന്നെ ബ്രാഞ്ച് ലയബിലിറ്റീസ് എഴുതണം. ബ്രാഞ്ച് അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ബ്രാഞ്ച് ലയബിലിറ്റീസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അസറ്റിന് ടോട്ടൽ അങ്ങ് എഴുതിയാൽ മതി, എഴുതുക. ബ്രാഞ്ച് ലയബിലിറ്റീസിന് ടോട്ടൽ എഴുതുക. പിന്നെ നിങ്ങൾ നോട്ട് വായിച്ചോ, ഡിഫറൻസ് ഓഫ് 8,000 ഇൻ ഹെഡ് ഓഫീസ്, 28,000 ക്രെഡിറ്റ് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് 36,000 ഡെബിറ്റ് ഈസ് presumed to be on account of cash in transit. അത് അസ്യൂം ചെയ്തിരിക്കുവാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ് എന്ന്. ഓക്കെ, ഇത്രേ ഉള്ളൂ ഇലിസ്ട്രേഷൻ 22.